വയനാട് ദുരന്തം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുന്ന കാര്യം റിപ്പോർട്ടുകൾ കിട്ടിയ ശേഷം തീരുമാനിക്കുമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. ദുരന്തത്തിന്റെ പേരിലുള്ള അനധികൃത പണപ്പിരിവ് തടയുമെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസും. ക്രൂരവിനോദങ്ങൾക്ക് ഉള്ള ഇടമായി ദുരന്തഭൂമിയെ കാണരുതെന്ന് മന്ത്രി AK ശശീന്ദ്രനും പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് UDF-ലെ എല്ലാ MLA-മാരും ഒരു മാസത്തെ ശമ്പളം നൽകുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. വയനാട് ദുരന്തത്തിൽ തെരച്ചിൽ 6ാം ദിനവും പുരോഗമിക്കുമ്പോൾ വയനാട്ടിലെ ദുരിതബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ച കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി മന്ത്രി മുഹമ്മദ് റിയാസുമായി കൂടിക്കാഴ്ച നടത്തി കാര്യങ്ങൾ വിലയിരുത്തി. ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുമോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തോട് സുരേഷ് ഗോപിയുടെ പ്രതികരണം ഇങ്ങനെ: അതിന് സാധ്യതയുണ്ടോ എന്ന് പരിശോധിക്കണം. നിങ്ങൾ ഇതിനു മുമ്പുള്ള സംഭവങ്ങളൊന്നും വെച്ച് നോക്കണം. അത് അന്വേഷിച്ചിട്ട് ചോദിക്കും. ദുരന്തത്തിന്റെ പേരിലുള്ള അനധികൃത പണപ്പിരിവുകൾക്കെതിരെ കർശന മുന്നറിയിപ്പാണ് മന്ത്രി മുഹമ്മദ് റിയാസ് നൽകിയത്. അനധികൃത പണപ്പിരിവ് നടത്തുന്നത് തടയുമെന്ന് മന്ത്രി പറഞ്ഞു. രക്ഷാപ്രവർത്തനം നടത്തുന്നവരെ ഈ നിലയിൽ സഹായിച്ചു പോകാനാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ചില പരാതികൾ വന്നപ്പോൾ ഇവിടെ പറയപ്പെടുന്നത് ഭക്ഷണത്തിന്റെ പേരിൽ പണപ്പിരിവുകൾ നടക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കേണ്ടത് അനിവാര്യം. ദുരന്തഭൂമിയെ ഏതെങ്കിലും തരത്തിലുള്ള ക്രൂര വിനോദങ്ങൾക്കുള്ള ഇടമായി കാണരുതെന്ന് മന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞു. ഇന്നലെയും ഇനിയാന്നും നമ്മൾ ചർച്ച ചെയ്തപ്പോൾ ഉയർന്നു വന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം സന്ദർശകരുടെ ബാഹുല്യമാണ്. സന്ദർശകരിവിടെ വന്ന് അവർ ചെയ്യുന്നത് വളരെ ഈ മരിച്ച കുടുംബാംഗങ്ങളോടും മൃതദേഹങ്ങളോടും കാണിക്കുന്ന അനാദരവാണ്. അവിടെ നിന്നുകൊണ്ട് സെൽഫി എടുത്ത് മറ്റ് സാമൂഹ്യ മാധ്യമങ്ങൾ ഉപയോഗിച്ച് അവരും ഇവിടെ ഉണ്ടായിരുന്നു എന്ന് വരുത്തി തീർക്കുന്ന ആഹ്ലാദകരമായ ഒരു മുഹൂർത്തം സൃഷ്ടിക്കാനാണ് അവർ ശ്രമിക്കുന്നത്. ദുരന്തമുഖത്ത് പ്രവർത്തിക്കുന്ന പ്രവർത്തകന്മാരിൽ ബന്ധുക്കൾ നഷ്ടപ്പെട്ടവരുണ്ട്. അവരുടെ മുമ്പിൽ നിന്നുകൊണ്ടാണ് ഇവരിങ്ങനെ ഇതൊരു ആസ്വദിക്കാനുള്ള അവർ എത്ര ക്രൂരമായിട്ടാണ് അവരത് കാണുന്നത്. അതുകൊണ്ട് എനിക്ക് അവരോടെല്ലാം അഭ്യർത്ഥിക്കാനുള്ളത്, ദയവായി അത്തരം ക്രൂരവിനോദങ്ങൾക്കുള്ള വേദിയായി ഈ ദുരന്തഭൂമിയെ മാറ്റാതിരിക്കാൻ അവർ ശ്രദ്ധിക്കണം. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് UDF-ലെ എല്ലാ MLA-മാരും ഒരു മാസത്തെ ശമ്പളം നൽകുമെന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവ് VD സതീശൻ വയനാടിന്റെ പുനർനിർമ്മാണത്തിനായി ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുമെന്നും പറഞ്ഞു. UDF-ലെ എല്ലാ MLA-മാരും അവരുടെ ഒരു മാസത്തെ ശമ്പളം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യും. വയനാടിലെ ജനങ്ങൾക്ക് അവരുടെ പ്രശ്നങ്ങൾ, ഇരകളായി മാറിയ പാവങ്ങളുടെ മുഴുവൻ പ്രശ്നങ്ങളും പരിഹരിക്കാനുള്ള എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾ പങ്കാളികളാവും. UDF-ലെ എല്ലാ ഘടകകക്ഷികളും ഈ ശ്രമങ്ങളിൽ, ഈ പുനരധിവാസ ശ്രമങ്ങളിൽ പങ്കാളികളാകും. ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്.